അനാഥാലയത്തിൽ അന്തേവാസിയായിരുന്ന യുവതി പ്രസവിച്ച സംഭവത്തിൽ പോക്സോ കേസ് പെൺകുട്ടി പ്രായമാകുന്നതിന് മുൻപേ ഗർഭം ധരിച്ചിരുന്നുവെന്ന് പരിശോധനയിൽ തെളിഞ്ഞതിനെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. വിഷയം പരിശോധിച്ച ശിശുക്ഷേമ സമിതിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. അനാഥാലയ നടത്തിപ്പുകാരിൽ ഒരാൾ വിവാഹം ചെയ്ത യുവതി കുഞ്ഞിന് ജന്മം നൽകിയതോടെയാണ് പരാതി ഉയർന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 23-നായിരുന്നു വിവാഹം. 7 മാസങ്ങൾക്ക് ശേഷം ഇക്കഴിഞ്ഞ ജൂൺ 2-ന് യുവതി കുഞ്ഞിന് ജന്മം നൽകി. പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിനാണ് യുവതി ജന്മം നൽകിയെന്നാണ് ശിശുക്ഷേമ സമിതിയുടെ റിപ്പോർട്ടിലുള്ളത്. 2024 ഒക്ടോബർ 9-നാണ് പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായത്. 2 ആഴ്ച കൂടി പിന്നിട്ടപ്പോഴായിരുന്നു വിവാഹം. ഈ കാലയളവ് കണക്കിലാക്കുമ്പോൾ 18 വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപ് പെൺകുട്ടി ഗർഭിണിയായിരുന്നു എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അനാഥാലയത്തിൽ കഴിഞ്ഞു വന്ന പെൺകുട്ടി ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന ഗുരുതര സാഹചര്യം കൂടി വെളിപ്പെടുത്തുന്നുണ്ട്. നിരവധി പെൺകുട്ടികൾ താമസിക്കുന്ന ഈ കേന്ദ്രത്തിന്റെ സുരക്ഷ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. ശിശുക്ഷേമ സമിതിയുടെ റിപ്പോർട്ട് കണക്കിലെടുത്ത് പോലീസ് യുവതിയെ പരിശോധിച്ച സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തി. ഇതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് പോക്സോ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിരിക്കുന്നത്. അതേസമയം പ്രായപൂർത്തിയായതിനു ശേഷം ഉണ്ടായ ബന്ധത്തിലാണ് തങ്ങൾക്ക് കുട്ടി ജനിച്ചതെന്നാണ് യുവതിയുടെ മൊഴി. 7-ാം മാസത്തിലാണ് കുഞ്ഞ് ജനിച്ചതെന്നും യുവതി വിശദീകരിക്കുന്നു. കുഞ്ഞിന്റെ ശാരീരിക വളർച്ച, പിറന്ന ദിവസം എന്നിവ വെച്ച് ഗർഭധാരണത്തിന്റെ കാലയളവ് പോലീസ് മുൻപ് തന്നെ കണ്ടെത്തിയിരുന്നു. എന്നിട്ടും തന്റെ പൊള്ളയായ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് യുവതി.